ഇന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പലഹാരമായ ഗോതമ്പ് കൊഴുക്കട്ട തയ്യാറാക്കാം. ഇതിന് നമ്മൾ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് ശർക്കര പാനിയിൽ തേങ്ങയൊന്ന് വഴറ്റി ചേർത്തിട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ ശർക്കരയിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഉരുക്കി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അരക്കപ്പ് ശർക്കരയിൽ ഏകദേശം 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറുകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്താൽ മതിയാകും. അതിനുശേഷം അരിച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ മിക്സിംഗ് ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കൊഴുക്കട്ട ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കേണ്ടതാണ്. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ നെയ്യാണ് കേട്ടോ. നെയ്യ് ചേർക്കുകയാണെങ്കിൽ കൊഴുക്കട്ട നല്ല സോഫ്റ്റും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഇനി ഉപ്പും നെയ്യും ചേർത്തതിന് ശേഷം പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും നെയ്യും പൊടിയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതുപോലെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒറ്റത്തവണയായിട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാനായിട്ട് നിൽക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കില്ലേ, അതേപോലെ തന്നെ കുഴച്ചെടുക്കണം. എന്ന് വെച്ചിട്ട് ചപ്പാത്തി പരുവത്തിലല്ല, അതിനെക്കാട്ടി അല്പം കൂടി ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നല്ല സോഫ്റ്റ് ആകുന്ന വരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മാവ് കുഴയ്ക്കാൻ ഉപയോഗിച്ച വെള്ളം സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ആവശ്യാനുസരണം പൊടി ചേർത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും നല്ല ഷേപ്പിന് നമുക്ക് കൊഴുക്കട്ട കിട്ടില്ല കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുന്നത് വരെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് തടവിയതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തേങ്ങ ഒരുപാടങ്ങ് ഡ്രൈ ആകുന്നവരെ വഴറ്റണ്ട. നെയ്യിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പം വളരെ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് വഴറ്റി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ശർക്കര വെള്ള ശർക്കരയാണ് കേട്ടോ. നല്ല കറുത്ത ശർക്കര വെച്ചിട്ടൊക്കെയാണ് പാനി തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഫില്ലിങ്ങിന് നല്ല ഡാർക്ക് കളറായിരിക്കും കേട്ടോ. അങ്ങനെ തേങ്ങയിൽ ശർക്കരപ്പാനി ഒഴിച്ച് വളരെ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരണം. ഇനി നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതായത് 4 ഏലക്കയുടെ കാമ്പ് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. വളരെ കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. കൊഴുക്കട്ട പിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ 2 കയ്യിലും നെയ്യോ എണ്ണയോ ഒന്ന് തടകി എടുക്കണം. അപ്പോൾ മാവ് ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ പിടിക്കില്ല. അപ്പോൾ കൊഴുക്കട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് മാവ് ഇതുപോലെ എടുത്തതിന് ശേഷം മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നല്ല ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വരത്തക്ക വിധത്തിലൊന്ന് ഇതുപോലൊന്ന് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കണം. നടുഭാഗം ഒന്ന് കുഴിഞ്ഞു വരുന്ന പരുവത്തിലെടുക്കണം. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ഞാൻ ചെറിയ ഉരുള ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഉരുള ആക്കി എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താലും മതിയാകും. അതിനുശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്നും മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് നല്ല ഷേപ്പാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ മാവിലെ ചെറിയ കൈയുടെ പാടോ അല്ലെങ്കിൽ ചെറിയ വരയോ ഒന്നും ഇല്ലാണ്ട് നല്ല ഷേപ്പിൽ തന്നെ കിട്ടും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഉരുളയും കൂടി ഞാനൊന്ന് പിടിച്ച് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത ഉരുളയുടെ അതേ വലുപ്പത്തിൽ തന്നെ മാവെടുത്തു. അതിനുശേഷം കൈ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷം മറ്റേ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നടുഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കണം. കാരണം നമുക്കിത് ഫില്ലിങ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി ഒരേ കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കാവുന്നതാണ്. ഞാനിത് രണ്ടാമത്തെ ഉരുളയും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒറ്റ കൈ വെച്ച് തന്നെ ഉരുള പിടിച്ചിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ ഞാൻ 8 ഉരുള തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിലുള്ള 8 ഉരുള തയ്യാറാക്കി എടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ സ്റ്റീം ചെയ്യുന്ന തട്ടുണ്ടല്ലോ, അതിൽ ചെറുതായിട്ട് എണ്ണയോ നെയ്യോ ഒന്ന് തടവി കൊടുക്കണം. കാരണം നമ്മുടെ കൊഴുക്കട്ട അതിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമ്മൾ സ്റ്റീം ചെയ്യുന്ന ആ തട്ടുണ്ടല്ലോ അത് ഇറക്കി വെച്ചതിന് ശേഷം കൊഴുക്കട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ 8 കൊഴുക്കട്ടയും വെച്ച് കൊടുത്തു. ഇനി മൂടി വെച്ചിട്ട് 8-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 8 കൊഴുക്കട്ടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും കൂടി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ 8-10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആവി വന്നിട്ട് നമ്മുടെ കൊഴുക്കട്ട നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇത് ഒരുപാടങ്ങ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. കണ്ടില്ലേ, ഫില്ലിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയ നാടൻ പലഹാരമായിട്ടുള്ള കൊഴുക്കട്ടയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.